ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം പുതുതായി നൽകിയ ഈ ദിവസം ദൈവകൃപയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വായനഭാഗം യെശയ്യാ പ്രവചനം 46 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 47 അധ്യായം 7 വാക്യം. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും എന്ന് നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിൻ്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ബാബിലോൺ പ്രവാസത്തിൽ കഴിയുന്ന യഹൂദർക്ക് വീണ്ടും പ്രത്യാശയും വീണ്ടെടുപ്പും പ്രഘോഷിക്കുകയാണ് ഇവിടെ പ്രവാചകൻ ചെയ്യുന്നത്. സർവ്വ അധിപതിയായ ദൈവത്തിൻ്റെ നീതി പ്രവർത്തനങ്ങൾ യെശയ്യാ പ്രവചനം 46 47 അധ്യായങ്ങളിൽ നാം കാണുന്നു. ബാബേലിൻ്റെ അഹങ്കാരവും തകർച്ചയുടെ പ്രഖ്യാപനവും ആണ് അവിടെ നാം കാണുന്നത്. ദൈവജനത്തെ അത്യധികം പീഡിപ്പിച്ച ശക്തിയുള്ള ബാബേൽ താൻ എന്നും നിലനിൽക്കും, ആർക്കും തന്നെ നശിപ്പിക്കുവാനായിട്ട് കഴിയില്ല, താനാണ് തമ്പുരാട്ടി എന്ന അഹന്തയിൽ കഴിയുന്നിടത്ത് നിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന പ്രവാചകന്റെ മുൻകുറി സന്ദേശമാണ് നാം ഇവിടെ കാണുന്നത്. അഹങ്കാരത്തിൻ്റെ അത്യുച്ചകോടിയിൽ ജീവിക്കുന്ന ജനതയോടുള്ള പ്രവാചകന്റെ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, നിന്റെ ഉള്ള അവസ്ഥ എന്ത്? അഹംഭാവത്തോടുള്ള ജീവിതമാണ് ഇവിടെ നമുക്ക് ഈ ജനസമൂഹത്തിൽ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. വൃദ്ധജനപീഡനയും കരുണരഹിത സമീപനവും ഞാൻ തന്നെ എന്നേക്കും എല്ലാം അഥവാ തമ്പുരാട്ടി എന്ന ചിന്തയും അഹന്തയാലാണ് ഉണ്ടാകുന്നത്. ആധുനിക സമൂഹവും മിഥ്യാസങ്കല്പങ്ങളിൽ ഊറ്റം കൊള്ളുകയാണ് ചെയ്യുന്നത്. സത്യം അനുസരിക്കാതെയും അവസാനം ഓർക്കാതെയും ദൈവത്തിങ്കിലേക്ക് നോക്കാതെയും എന്നും ഇത്തരത്തിൽ സുഖസമൃദ്ധിയിൽ ആയിരിക്കാമെന്ന് ജനം ചിന്തിക്കുന്നു. ഈ ചിന്തയാണ് ഒരു സമൂഹത്തിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ അധപതനത്തിലേക്ക് കൊണ്ടുചെന്ന് ഇവിടെ എത്തിച്ചത്. ഇത്തരത്തിൽ രാജ്യങ്ങളുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും വീഴ്ചയുടെ ചരിത്രം എവിടെയും ആവർത്തിക്കപ്പെടാം. അതിനാൽ ഞാൻ ആര്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ഉള്ള അവസ്ഥ മറച്ചു വെച്ച് പെരുമാറുന്നത് ആധുനിക പ്രവണതയാണ്. അതിനാൽ മുഖാവരണം അണിഞ്ഞ ജീവിതശൈലിയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നില്ല എങ്കിൽ നിന്റെ നാണിടം അനാവൃതമാകും എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇവിടെ ഈ അധ്യായത്തിൽ പ്രവാചകൻ നൽകുന്നത്. രണ്ടാമതായിട്ട്, നിന്റെ ആശ്രയം എവിടെ? 47 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നത് പോലെ മന്ത്രവാദവും ജ്യോതിഷവും ആശ്രയമാക്കിയ സമൂഹത്തിന് കൂടെപ്പിറപ്പായ ആപത്താണ് പ്രവാചകന്റെ പ്രവചന ശബ്ദം. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു. ആശ്രയവും അനുസരണവും പൂരകങ്ങളാണ്. ദൈവശബ്ദം കേട്ടനുസരിക്കുന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നാൽ ഇവിടെ അനീതിയിലും അക്രമങ്ങളിലും ആശ്രയിച്ച് ഭൗതിക സമൃദ്ധി നേടിയെടുക്കുകയും സാമൂഹിക സേവനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നത് നിന്റെ ആശ്രയം എവിടെ എന്നാണ്. സർവശക്തനായ ദൈവത്തെക്കാൾ മുകളിലാണോ നിന്റെ ആശ്രയം? അവിടെയാണോ നീ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്? ഒരുവന്റെ ആശ്രയത്തിന് അനുസരണമായ ചിന്തകളാലാണ് അവൻ ജീവിക്കുന്നത്. ആ ചിന്തകൾക്ക് അനുസരിച്ചുള്ള കൂട്ടുകെട്ടിനാൽ അവൻ നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമ്മുടെയും ജീവിതമെങ്കിൽ ഇവിടെ നാശം സംഭവിക്കുന്നത് ബാബിലോണിന് മാത്രമാണോ? ഈ പ്രവാചക ശബ്ദം ഏറ്റെടുക്കുവാൻ നമുക്ക് ഇന്ന് സാധിക്കുമോ? എൻ്റെ ഉള്ള അവസ്ഥ എന്താണ്? ഞാൻ ഇന്ന് ആരിലാണ് ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ ദൈവം നമ്മെയും ഇന്ന് ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരിക്കലും ഇടയാക്കരുതേ. മുഖംമൂടിയില്ലാത്ത ജീവിതശൈലിയും അഹന്തയില്ലാത്ത സ്വഭാവ രീതിയും ഞങ്ങൾക്ക് നൽകണമേ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ തന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.